മഹിമയുടെ വെഡിങ് ഡ്രസ് കൺസെപ്റ്റ് ഒക്കെ എന്താ? വെഡിങ് സത്യം പറഞ്ഞ വെഡിങ് പ്ലാൻസ് ഒന്നും ഇല്ല. അതാദ്യം പറയട്ടെ, അല്ലെങ്കിൽ ഇതായിരിക്കും വരാൻ പോണത്. വെഡിങ് പ്ലാൻസ് ഉണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ടിപ്പിക്കൽ സൗത്ത് ഇന്ത്യൻ സ്റ്റൈലായിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് ഐ ലൈക്ക് എല്ലാം കുറച്ച് സിമ്പിൾ ആയിട്ടാണ് എനിക്കിഷ്ടം. ഞാൻ എന്തായാലും കല്യാണമൊക്കെ ആകുമ്പോൾ നമ്മൾ എന്തായാലും എല്ലാ സ്ഥലവും പോയി എക്സ്പ്ലോർ ചെയ്യുമല്ലോ, നമുക്ക് ഇഷ്ടമുള്ളത് എന്താ. കാരണം അങ്ങനെ ഒരു സ്പെസിഫിക് ആയ ഒരു ഐഡിയ ഒന്നും മൈൻഡിൽ ഇല്ലാത്തത് കൊണ്ട് എല്ലാം ഞാൻ എന്തായാലും എക്സ്പ്ലോർ ചെയ്യും. ഞാൻ ഇവിടെ നോക്കി, എനിക്ക് ഒരുപാട് കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു വെഡിങ് പ്ലാൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വിസിറ്റ്. ഞാൻ നേരത്തെ വിളിച്ചറിയിക്കാം. ഐഡിയ എന്താണെന്നല്ലേ? ഭയങ്കര സിമ്പിൾ. എനിക്ക് തോന്നുന്നു ഞാൻ ലൈറ്റ് കളേഴ്സ് എന്തെങ്കിലും ആയിരിക്കും പ്രിഫർ ചെയ്യാൻ തോന്നുന്നു. മോസ്റ്റ്ലി വൈറ്റോ ലൈറ്റ് ക്രീമോ അങ്ങനത്തെ എന്തെങ്കിലും കളർ ആയിരിക്കും. പറയാൻ പറ്റില്ല. താങ്ക് യു എല്ലാവർക്കും, മീഡിയ പീപ്പിൾ, ഇവിടെ വന്നിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. മഹാറാണി വെഡിങ് കളക്ഷൻസിൻ്റെ ഈ ഫാമിലിയുടെ ഭാഗമാവാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നത്. ഞാൻ പിക്ചേഴ്സിലും വീഡിയോസിലും ഒക്കെ ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ സെർച്ച് ചെയ്തായിരുന്നു. അപ്പം അതിൽ കണ്ടതിലും വലിയ എന്താ പറയുക, വളരെ ലാവിഷായ ഒരു ഷോറൂം തന്നെയാണ് ഇവിടെ. ലാവിഷായ രീതിയിൽ തന്നെയാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നതും. ഈവൻ ഞാനിപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ, സ്റ്റാഫൊക്കെ അടിപൊളിയാട്ടോ. ഇവിടുത്തെ ഭയങ്കര പ്ലസന്റ് ആയ, നമ്മൾ ഓരോ സെക്ഷൻ പോകുമ്പോഴും എല്ലാവരും ഭയങ്കര പ്ലസന്റ് ആയി ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. ആൻഡ് ഞാൻ ആസ് എ പേഴ്സൺ ഞാൻ ഓൺലൈൻ ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പം എനിക്ക് എന്തുകൊണ്ട് ഓൺലൈൻ ഷോപ്പിംഗ് ഇഷ്ടം എന്ന് വെച്ചാൽ അതാകുമ്പോൾ ഫോട്ടോസ് കാണാം, നമുക്ക് കളേഴ്സ് മാച്ച് ചെയ്ത് നോക്കാം, എല്ലാം പിക്ചേഴ്സ് ആണല്ലോ, നമുക്ക് ഓൺലൈൻ കാണാമല്ലോ. ഇവിടെ വന്നപ്പം ഇങ്ങനെ ഒരു എക്സിബിഷൻ നടക്കുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പം ഇങ്ങനെ റാക്കിൽ വെച്ച് കാണുമ്പോൾ അല്ലെങ്കിൽ ഷെൽഫിൽ വെച്ച് കാണുമ്പോൾ അതിന്റെ ഭംഗി എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ ഇങ്ങനെ ഒരു എക്സിബിഷൻ നടക്കുമ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിൽ വരുമ്പോൾ എല്ലാവർക്കും ഓരോന്നും എങ്ങനെയായിരിക്കും, അവർക്ക് ചേരുവോ, അവരുടെ കളറിന് ചേരുവോ എന്നൊക്കെ നമ്മളിങ്ങനെ ഡിസ്പ്ലേയിൽ കാണുമ്പോൾ അത് അതിന്റെ വെഡിങ് ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബ്രൈഡൽ കളക്ഷൻ അന്വേഷിക്കുന്നവർക്ക് കുറച്ചുകൂടി ഈസി ആയി കളക്ഷൻസ് സെലക്ട് ചെയ്യാനും കാര്യങ്ങൾ കളേഴ്സ് മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ഒരു എന്താ പറയുക ഒരു അവസരമായിരിക്കും ഇങ്ങനെ ഒരു എക്സിബിഷൻ. പിന്നെ മാത്രമല്ല ഓരോ ബ്രൈഡ്സിനനുസരിച്ച് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഡിസൈനർ ലെഹങ്കാസ് ഉണ്ട്, കാഞ്ചീപുരം സാരീസ് ഉണ്ട്, ഗൗൺ ഉണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ സെക്ഷനാണ് ഇവിടെ. നമുക്ക് പെർട്ടിക്കുലർലി എന്താണോ വേണ്ടത് അത് മാത്രം നോക്കിയാൽ മതി, വെറുതെ വാരി വലിച്ചെല്ലാം നോക്കേണ്ട കാര്യമില്ല. സോ ഇറ്റ് മേക്സ് എന്താ പറയുക ഷോപ്പിംഗ് ഈസിയർ. അതാണ് എനിക്ക് മനസ്സിലായത്. അപ്പം നല്ലൊരു സ്റ്റാഫും നല്ലൊരു ടീമും ഒക്കെ ഉണ്ടാവുമ്പോൾ അത് അതിൻ്റെതായ ഒരു രസമായിരിക്കും. ഐ തറലി എൻജോയ്. 1 മാസം ആണല്ലേ ഈ ഒരു എക്സിബിഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു 1 മന്ത് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും സമയം. എല്ലാവരും വരിക. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും വെഡിങ് ഫംഗ്ഷൻസോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ വന്ന് പർച്ചേസ് ചെയ്തിട്ട് പോയി. എന്താ പറയുക ഒരു 1 സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ആണ്. ഇവിടെ വന്ന് കണ്ടപ്പം ബ്രൈഡിനായാലും ഗ്രൂമിനായാലും എല്ലാവർക്കും പറ്റുന്ന എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ വരിക, എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാം. താങ്ക് യു. ആൻഡ് മഹിമ ഇവരുടെ ഏറ്റവും സെലക്ട് ചെയ്യാലോ. അതെ കറക്റ്റ്. അതെ, അപ്പൊ ഇപ്പൊ വന്ന് ഷോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡയമണ്ട് റിംഗ് കിട്ടും. അതെ, അതിനകത്ത് കുറച്ച് എന്താ ഉണ്ടാവും തീർച്ചയായിട്ടും. യെസ്. എനിത്തിങ് എൽസ്? അതെ, ഇങ്ങോട്ട് ആർക്കും ഒന്നും ചോദിക്കാനില്ലേ?